നല്ല അഭിപ്രായം. എല്ലായിടത്തും ആരുടെയും മോശം. നമ്മള് പെണ്ണ് കാണാൻ പോണ്ടല്ലോ, ഓനും കേക്കണോ സാപ്പി ഓന്റെ കണ്ടിട്ട് എവിടെ കിട്ടി വെച്ചില്ല ആൾക്കാര്. ഏതായാലും കൊറേ കഷ്ടപ്പെട്ടു. എത്ര ദിവസം ലീവാക്കി? ആ പണി ഇപ്പഴാ തീർച്ചയാണ്. ഇന്നലെയാണ് ആ പണി കഴിഞ്ഞത്. അല്ല അർജന്റ് ഇല്ലാറല്ലോ. ആരാന്ന് ചോദിച്ചത്? ഞാൻ കുഞ്ഞിക്കോയാണ്. കുഞ്ഞിക്കോയൊക്കെയാണ് നമ്മളെ ഈ പറ്റുബുക്ക് എന്ന സൂപ്പർ ഷോർട്ട് ഫിലിം അഭിനയിച്ച നമ്മളെ കുഞ്ഞിക്കോയക്കാനെ വൈന്ന് കണ്ടപ്പോൾ അതിന്റെ അഭിപ്രായം ചോദിച്ചാണ്. കുഞ്ഞിക്കോയക്ക എന്തായാലും അഭിപ്രായം ഒന്ന് പറയണേ. നല്ല അഭിപ്രായം നല്ല 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 ഷോർട്ട് ഫിലിം, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയത് ഷോർട്ട് ഫിലിമിനാണ്. ആരെയും നമ്മൾ വെറുപ്പിക്കണില്ല. അതിൽ ഓരോ രംഗങ്ങളും ഗംഭീരമായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങള് പെങ്കട്ടേരാണ് മാമൂല, അല്ല സർക്കാരിന്റെ ശമ്പളം ഒന്നുമില്ല ഞങ്ങൾക്ക്. എടുക്ക 500. നിങ്ങളെ നാട്ടുകാരൊക്കെ എന്തൊക്കെ അതിന്റെ അഭിപ്രായം? നാട്ടുകാർ നല്ല അഭിപ്രായം പറയേണ്ടത് യഥാർത്ഥ ഒരു കഥ തന്നെയാണത്. നിങ്ങൾ ഈ ജോലി സ്ഥലത്ത് പോകണ അവിടുന്ന് ആൾക്കാരുടെ അഭിപ്രായം? എല്ലാ ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്, ഉഷാറായിക്കുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതില് ഒരു അജിന് പോണ ഒരു കഥ ഉണ്ട്, ഒരു പീഡിയക്കാരനെ എല്ലാവരും പറ്റിച്ചു പോണ കഥ ഉണ്ട്, ഓട്ടോ ഡ്രൈവർമാരെ കഥ ഉണ്ട്, ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെടാതെ ബ്രോക്കർ നിരാശായിട്ട് നിക്കണ അതും ആ സീൻ അതിലുണ്ട്. എല്ലാതുണ്ട് അതില്. ഒന്നൊന്നുമല്ല, ഒരു ഫിലിം ശരിക്കും സിനിമ കണ്ട് ഇറങ്ങിയ മാതിരി ഉണ്ടാവും. പയം പുറത്തുക്കണ റോബസ്റ്റേ ഒരു 2 കിലോ തൂക്കിട്ടാ. എല്ലാരും നിങ്ങളെ അറിയപ്പെട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് ഞാനായിട്ടല്ല എന്റെ കൂടെ അഭിനയിച്ച ഉപേദും ഗംഭീരമായിട്ടുണ്ട്. വാപ്പുട്ടിയാക്കുന്ന കഥാപാത്രം. പിന്നെ നമ്മളെ സംവിധായകനും പിന്നെ ഇബ്രാഹിം അയാൾ വളരെ ഗംഭീരം. അയാളെ കഥയും ക്യാമറമാൻ അനിബ സാറ് ഇവരെല്ലാം വളരെ സാറായിരിക്കണം. നമ്മള് പഴയ കാലത്ത് ഒരു ചായയും കോയമുട്ടിയും കൊടുത്താണ്ട് ഒരു കുറുക്കലാണ് പരിപാടി ചെയ്യാനാ. അതൊന്നും നോക്കിയാൽ കണ്ടാവും. അതൊന്നും ഇപ്പത്തെ കാലത്ത് നടക്കൂല. കുഞ്ഞിക്കോയക്കാരന്റെ കഥാപാത്രമല്ലേ? അതെ, കുഞ്ഞിക്കോയക്കാരന്റെ ഒരു കഥാപാത്രമാണ്. ഞാന് യഥാർത്ഥം അങ്ങനെ പറ്റിച്ചു കൊടുക്കുന്ന ആളല്ല. ആ സിനിമക്ക് വേണ്ടിയിട്ട് എങ്ങനെ, ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് എങ്ങനെ പറ്റിക്കുന്ന ഒരു സീൻ എടുത്തു. എന്നാലും നാച്ചുറൽ ഒറിജിനൽ മാതിരി ആയിട്ടുണ്ട്. എല്ലാം നല്ല അഭിപ്രായമാണ് കണ്ടാലൊക്കെ. എങ്ങനെ നടക്കാനാ? കാക്കച്ചിന്റെ നിറമുള്ള ചെറുക്കന്മാർക്കും വേണം, കൊക്കിന്റെ നിറമുള്ള പെൺകുട്ടികളും വേണം. അതെ. അപ്പൊ നിങ്ങളെ മേക്കപ്പ് സെറ്റ് കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ? മേക്കപ്പ് നമ്മുടെ സ്വന്തം തന്നെ, സ്വന്തമായിട്ട് ചെയ്യണതാ? അതെ അതെ. അപ്പൊ അതിന് ഇങ്ങനെ വേറെ ടീമുകള് ഒന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോ എത്ര ഇതേപോലെ ഷോർട്ട് ഫിലിമിന് മുന്നേ വേറെ അഭിനയിച്ചിട്ടുണ്ടോ? വയസ്സിന് വേണ്ടി ഒരുപാട് 28 അഭിനയിച്ചിട്ടുണ്ട്. 4, 5, 6 നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ഷോ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ജോലി ഭാഗത്തിന്റെ സൈഡായിട്ട് ഇതും കൂടെ നടത്തിക്കൊണ്ട് പോവാണ്. ഇയാളിപ്പോ എങ്ങനെ ആലോചിക്കണ്ടേ? ഇയാളെ 2ാം കല്യാണത്തിന്റെ കാര്യമല്ലല്ലേ പറഞ്ഞിട്ടുള്ളേ, കുറുക്കല്യാണത്തിന്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ ഈ പറ്റുബുക്കിന്റെ ഇത് 2ാം ഭാഗം ഇറങ്ങണ്ടോ? 2ാം ഭാഗം നമ്മളെ സംവിധായകന് സാർ പറഞ്ഞിട്ടുണ്ട് 2ാം ഭാഗം ഇറക്കണം എന്നുള്ള. അതില് പിന്നെ 2ാം ഭാഗം ഇറങ്ങും. ആളുകളൊക്കെ ചോദിക്കുന്നത് 2ാം ഭാഗം ഉണ്ടാവാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളിത് പൊട്ടത്തര കാണിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ അത്ര തോര പൈസ ആയിട്ട് ഒറ്റയ്ക്ക് വരാൻ പാടുണ്ടോ? എന്റെ ജോലി എന്താ? എന്റെ പേര് മുസ്തഫ. ജോലി എന്താണ്? ഒരു പെയിന്റിംഗ് ആണ്. ഉഷാറായിട്ട് പോകുന്നുണ്ട് ജോലിയൊക്കെ? ഒരു കുഴപ്പമില്ല പോകുന്നുണ്ട്. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി നല്ല അവസരം കിട്ടും. നല്ലൊരു കലാകാരനാണ്. ഇനി നല്ലൊരു അവസരം കിട്ടട്ടെ. ഓക്കെ. ഒരു ഓട്ടം പോകുമ്പോ നമ്മള് ഓട്ടോ യാദൃശ്ചികമായി കണ്ടതാണ് നമ്മളെ പറ്റുബുക്ക് ഷോർട്ട് ഫിലിമിലെ കുഞ്ഞിക്കോയൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ അതിനെ പറ്റിയൊരു അഭിപ്രായങ്ങൾ ചോദിച്ചു. നല്ല രീതി തന്നെ കുഞ്ഞിക്കോയൊക്കെ. കുഞ്ഞിക്കോയൊക്കെ പേരെന്താ? മുസ്തഫ എന്നാണ് അയാളുടെ പേര്. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ മൂപ്പർ കണ്ടതിൽ നല്ല സന്തോഷം. ആരും അറിയാതാണ് ഈ പണി ഞാൻ ചെയ്തത്. ഇത് നാട്ടുകാരെ കൈ കിട്ടിന്റെ എല്ല് വെള്ളമാക്കും.